മറ്റൊരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അരുൺ സാം. അരുൺ സാം ആദ്യമായിട്ട് ഈ ശബ്ദം അനുകരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇരുന്നാണ്. ഒരു ദിവസം വഴി വെച്ച് ഒരു പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞാനിങ്ങനെ ചേട്ടൻ്റെ അമ്മയുടെ സൗണ്ട് അനുകരിക്കും. ചേട്ടന്റെ അമ്മ അതിപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമുക്ക് സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും ഒക്കെ വളരെ കാലങ്ങളായിട്ട് സുപരിചിതയായ സേതുലക്ഷ്മി അമ്മയാണ് കിഷോറേട്ടന്റെ അമ്മ. സേതുലക്ഷ്മി അമ്മയുടെ ശബ്ദം അനുകരിക്കും. ജന്മം കൊണ്ട് ചേട്ടന്റെ അമ്മയാണെങ്കിലും ശബ്ദം കൊണ്ട് എന്റെ അമ്മ. അപ്പൊ ഇവന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ അമ്മയുടെ ശബ്ദം അനുകരിക്കും, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഇത് സ്റ്റേജിലൊന്നും ചെയ്തിട്ടില്ല, ആദ്യം തന്നെ ചേട്ടൻ്റെ അമ്മയുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് ഇവൻ അമ്മയുടെ ശബ്ദം അനുകരിച്ച്. അമ്മ ഇങ്ങനെ കുറച്ചേരം ഇവനെ ഇങ്ങനെ നോക്കിയിട്ട്, കൊള്ളാടാ യവനെ ഇനി ഡബിങ്ങിന് കൊണ്ടുപോകുമെന്ന്, എന്റെ ശബ്ദം ഇവൻ കൊടുത്തോളൂ. അത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ശബ്ദം തന്നെ ആദ്യം ഒന്ന് കേൾക്കാം അരുണിന്റെ അടുത്തുനിന്ന്. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഹവോൾ ഡയറി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അയ്യോ, മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ഇതാദ്യമായിട്ടാ. പറയാനാണേലും പെൻഷന്റെ പാതി വായിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ. ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. വല്ലപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. എല്ലാ ദിവസവും നമ്മൾ തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണേലും മോളെനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ മക്കളെ. ബ്രില്യന്റ് ആയിരുന്നു. അപ്പൊ അമ്മ അഭിനയിച്ച ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ അമ്മയുടെ ശബ്ദം പഠിക്കുന്നത്. അപ്പൊ ആ ശബ്ദം ഒന്ന് അനുകരിക്കാം. എല്ലായിടത്തും ഇതൊന്നൊന്ന് കൗടിയാറ് കൊട്ടാരോ അല്ലേ. പിന്നെ ഇവന്റെ തന്ത പണ്ട് കറണ്ട് ഓഫീസിൽ ലയമാനായിരുന്നു. ജീവിക്കാൻ അറിഞ്ഞൂടാത്തൊരു മനുഷ്യൻ. ജയന്റെ സുകുമാരന്റെ യാത് പടം വന്നാലും എന്നെ മോളെ വലിച്ചെടുത്തോണ്ട് പോകും. അങ്ങനെ പണ്ട് ജയന്റെ അങ്ങാടി എന്ന് പറഞ്ഞൊരു സിനിമാ പടം ഇറങ്ങിയപ്പം ഇവനെ വയറ്റിലിട്ടോണ്ടാണ് ഞാൻ പോയത്. അതിൽ ജയന്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്, വി ആർ കൂലീസ് ബർഗേഴ്സ്. തിയേറ്ററിൽ ജനം ഇളകി മറിഞ്ഞു മക്കളെ. എനിക്കാണെങ്കിൽ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്നൊരു രോമാഞ്ചം ഇങ്ങോട്ട് വന്ന്. അത് അടിവയറ്റി വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. രോമാഞ്ചം അല്ലായിരുന്നു, പേറ്റുതോവായിരുന്നു. പിന്നെ അങ്ങനെ എന്നെ മോളെ എടുത്തോണ്ട് ഓടിയ ഓട്ടം. ആശുപത്രി ചെന്ന് കയറിയതും പെറ്റതും ഒരുമിച്ച്. അപ്പം തന്നെ പേര് വിട്ട് ജയനെന്ന്. അടിപൊളി ഡയലോഗും ആയിരുന്നു വേണ്ടത്. പ്രസന്റ് ചെയ്തതും ഗംഭീരമായിട്ടുണ്ടായിരുന്നു അരുൺ. വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് ജാവ എന്താണെന്ന് വിളിച്ച വിനയ് ഫോർട്ടിന്റെ ശബ്ദം. ചേച്ചിക്ക് ഓടാൻ പറ്റുമോ? ഓടാനല്ല, അത് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. ഇതല്ല, വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. ജീവിതത്തിൽ തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്നേ വരെ. അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ജാവ സിമ്പിൾ അല്ല, പവർഫുൾ ആണ്, പവർഫുൾ. നന്നായിരുന്നു അരുൺ. ഇനി മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ താരം, ഇപ്പോഴത്തെ സൂപ്പർ താരം സണ്ണി വെയിന്റെ ശബ്ദം. സണ്ണി വെയിൻ. ഇതാണോടാ പന്നിന്റെ ഗജരാജമുത്ത്. ഈ ഹൈറേഞ്ച് ഉദരം ഉൾക്കാണ്ടുള്ള സകലതും ഈ സേവർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം, ഈ സാത്താന് ഇറങ്ങിപ്പൊക്കോണം ഈ സാത്താന്റെ ഹൈറേഞ്ച് എന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഇപ്പോഴത്തെ മറ്റൊരു താരം നിവിൻ പോളിയുടെ ശബ്ദം. നിവിൻ പോളി. ഓക്കെ. അദ്ദേഹത്തിന്റെ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ മാസ ഡയലോഗ്. പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫർ പോസ്റ്റ് ഗ്രാജുവേഷൻ എംഫിലും കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ച് എസ് ടെസ്റ്റ് എഴുതി 1ാം റാങ്ക് പഠിച്ച് ഈ പണിക്ക് വന്നത് നിന്നെ പോലുള്ള ഊലാമ്പിയൊക്കെ ചിറക്കാനല്ല. ഇനി നീ വലിയ വർത്താനം പറഞ്ഞാൽ നിന്റെ കാലിമാരി ഞാൻ ഭിത്തിയിലടിക്കും. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും. അടിപൊളി. അടുത്തതാ ഇപ്പോഴത്തെ കൊമേഡിയൻ അജു വർഗീസ്. ഉമേഷ്, നിന്റെ അച്ഛൻ മരണമാസം. അതുപോലെ തന്നെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സിലേ തല്ലി, എന്നെ ഇന്നലെ തല്ലി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിലുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം. അതിപ്പോൾ അമ്മയുടെ പ്രോബ്ലമെന്റ് ആണോ, അച്ഛൻ്റെ പേഴ്സ് ആണോ, പറമ്പിലെ തേങ്ങയാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി ആസിഫ് അലിയുടെ ശബ്ദം. ആസിഫ് അലി.
ആസിഫ് അലിയുടെ എല്ലാവരും ചെയ്യുന്ന ആക്ടിങ്ങിലാണോ അത് തന്നെ മനു രാഘവ് ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിൽ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു ഭാസ്കരൻ നേരെ അറിയോ? ഈസ് മൈ ഫ്രണ്ട് ഇൻ ബാംഗ്ലൂർ. ഭാസ്കരൻ്റെ മോള് പോലെ തന്നെയുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി, എൻ്റെ ഏഞ്ചല് ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ ഇതല്ലേ. താങ്ക് യു അടിപൊളി. ഒരു വില്ലൻ കഥാപാത്രം സുരേഷ് കൃഷ്ണ ഒരു വ്യത്യസ്തതയാണ്, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്, ഒരു പരീക്ഷണം. ഇപ്പോൾ സുരേഷ് കൃഷ്ണയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സീരിയലിലും സിനിമയിലും ഒക്കെ ഉള്ള വിജയ് മേനോൻ, എത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല, വിജയ് മേനോന്റെ ശബ്ദം ഉണ്ട് കുറച്ചുണ്ടായാല്. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാജമാണിക്യം സിനിമയിൽ ഇവർ രണ്ടുപേരും ഉണ്ട്, അറിയാമല്ലോ അല്ലേ? അപ്പോൾ സുരേഷ് കൃഷ്ണ സാറായിട്ടും അദ്ദേഹം വക്കീലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ സീനിൽ ഇവരുടെ ശബ്ദത്തിന് വ്യത്യാസമാണ്. ഒന്ന് ഇത് സുരേഷ് കൃഷ്ണ പറയുമ്പോൾ എപ്പോഴും സ്പീഡായിരിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് വിജയ് മേനോന്റെ അതിലാണ് രണ്ട് ഡയലോഗ്. സാറന്മാർ പഠിപ്പിക്കുമ്പോ കയ്യോ കാലം തട്ടുന്ന മുട്ടുന്ന ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് അവളുടെ മനസ്സിലിരിപ്പതായത് കൊണ്ട് അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്തവർ വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ അതനുസരിക്കാൻ രമേശന്റെ പാട്ടി വരും. അപ്പോൾ ഇങ്ങനെ സ്പീഡായിട്ടുള്ള ഇപ്പം വിജയ് മേനോന്റെ ശബ്ദം ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് തീർക്കാനുള്ള ഒരു സമയമല്ല മിസ്റ്റർ നാടാർ. രാജരത്നപിള്ളയ്ക്ക് 2 മക്കളെ ഉള്ളൂ. ഒന്ന് നിങ്ങളും മറ്റൊന്ന് റാണി രത്നവും. നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നാൽ ദാറ്റ്സ് എ പവർ ഓഫ് ബ്ലഡ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിടിപിടിക്കാൻ നാടാർ, ഇല്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. വെരി ഗുഡ്. കഴിഞ്ഞ അരുൺ. ഓക്കെ, അപ്പൊ അരുൺ ഇന്ന് നമുക്ക് വേണ്ടി കരുതിക്കൊണ്ട് വന്നത് ഇത്രയായിരുന്നു. സേതുലക്ഷ്മി അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങി കുറേ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കുറേ സ്റ്റാർസിന്റെ സൗണ്ട് ഒക്കെ ചെയ്തു. നല്ലൊരു കയ്യടി കൊടുത്ത് അരുണിനെ നമുക്ക് ഈ വേദിയിൽ നിന്ന് യാത്രയാക്കാം. അരുൺ വീണ്ടും വരാം. ഓക്കെ, തീർച്ചയായും. അരുൺ.